ഹലോ എവറി വൺ, വെൽക്കം ടു CS ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്സ് നമ്പർ 1 നോൺ ഡിറ്റർമിനിസം എന്താണ്, ഗെസ് ആൻഡ് വെരിഫൈ പാരഡൈം എന്താണ്, അതുപോലെ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് NFA നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്താണ്, അതിൻ്റെ ഫോർമൽ ഡെഫിനേഷൻ എന്താണ്, കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1 നോൺ ഡിറ്റർമിനിസം വേർഡ് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഓൾറൈറ്റ്, അതിനൊരു സ്പെസിഫിക് പാത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം. Non-determinism in automata theory means the machine can make choices at any step. ഏത് സ്റ്റെപ്പിലും എന്താണ്, അതിന് ചോയ്സസ് എടുക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. റൈറ്റ്, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടം നമ്മൾ നോക്കി എന്താണ്, ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. ആ പാത്തിന് മാത്രമേ അതിന് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചോയ്സസ് എടുക്കാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. നമ്പർ 2, it's as if it can branch into multiple copies exploring different paths at the same time. ബേസിക്കലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്തിട്ട് പല വഴിയിൽ കൂടെ പോകാൻ പറ്റും. DFAയിൽ അങ്ങനെ സാധ്യമായിരുന്നില്ല. ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്തിട്ട് ഒരു സ്പെസിഫിക് യുണീക്ക് സ്റ്റേറ്റിലോട്ട് മാത്രമേ പോകാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, യു ക്യാൻ ഗോ ടു മൾട്ടിപ്പിൾ പാത്സ്, നമുക്ക് ചോയ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. Number 3, if any of those paths leads to acceptance, the machine accepts the input. അതായത് നമുക്ക് പല ചോയ്സസ് ഉണ്ട്. ആ ചോയ്സസ് ഏതെങ്കിലും ഒരു ചോയ്സ് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്തിച്ചേരുവാണെങ്കിൽ നമ്മൾ പറയും ആ മെഷീൻ ആ ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ചിലപ്പോൾ ഈ 3 പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ക്ലിയർ ആവത്തില്ല. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. സപ്പോസ് Q0 എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്. Q0ൽ നിന്ന് 0 അക്സെപ്റ്റ് ചെയ്തിട്ട് Q0ൽ തന്നെ നിൽക്കുവാണ്. റൈറ്റ്, DFA ആണെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്, ഇനി വേറെ സ്റ്റേറ്റ് ഇതിലോട്ട് പോകത്തില്ല. പക്ഷെ യു ക്യാൻ സീ ഇൻ NFA Q0ൽ നിന്ന് 0 എടുത്തിട്ട് വേറെ സ്റ്റേറ്റിലോട്ടും പോകുന്നുണ്ട്, Q3ലോട്ടും പോകുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ DFA. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റിൽ ഇങ്ങനത്തെ ഒരു സിനാരിയോ അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ 2 ചോയ്സസ്. ഒന്നെങ്കിൽ Q0ൽ തന്നെ നിൽക്കാം, അല്ല എങ്കിൽ Q3ലോട്ട് പോവാം. അപ്പൊ ഒബ്വിയസ്ലി 2 ചോയ്സസ് വരുമ്പോൾ 2 ഡിഫറെന്റ് പാത്ത്സ് ഉണ്ടാവും അല്ലേ. ഇതിൽ ഏതെങ്കിലും പാത്തിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അക്സെപ്റ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓൾറൈറ്റ്, സോ അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 1ലും Q01ൽ നമ്മൾ ആൽഫബറ്റ് നമ്മുടെ 01 നമ്മൾ അസ്യൂം ചെയ്യാം. Q0ൽ നമ്മൾ 1 കൊടുത്തിട്ട് Q0ൽ തന്നെ നിൽക്കുന്നു. 1 കൊടുത്തിട്ട് യു ക്യാൻ സീ ഇറ്റ് ഈസ് ഗോയിങ് ടു അനദർ സ്റ്റേറ്റ് ഓൾസോ. റൈറ്റ്, സോ ദിസ് ഇസ് നോൺ ഡിറ്റർമിനിസം. ഇതിന് ഡിറ്റർമൈൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടാവും. സി, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. റൈറ്റ്, സോ ഇതൊരു NFA ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു NFAയിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് there is a string which is called as 0100 which is accepted by this NFA. Okay, accepted ആണ്. ഇനി നമുക്ക് നോക്കാം എത്ര പാത്ത്സ് ഉണ്ട്, അതിൽ ഏത് പാത്താണ് അക്സെപ്റ്റ് ആവുന്നത്. ഓക്കെ, സോ ഞാനിവിടെ വലുപ്പത്തിൽ എഴുതാം 0100. നമുക്കറിയാം ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് പോകുന്നത്. ഇൻപുട്ട്, ആദ്യത്തെ ഇൻപുട്ട് എടുക്കും, ആ സ്റ്റേറ്റിൽ നിന്നും ഇൻപുട്ട് എടുത്തിട്ട് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. റൈറ്റ്, അതുപോലെ തന്നെ NFAയിലും എന്താണ് ഡിഫറൻസ് എന്താണ്, ഈ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുത്തിട്ട് ചിലപ്പോൾ 2-3 സ്റ്റേറ്റിലോട്ട് പോകുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സ്റ്റേറ്റ്സ് എല്ലാ പാത്തിനെയും എക്സ്പ്ലോർ ചെയ്യണം. അതിൽ ഏതെങ്കിലും ഒരു പാത്ത് എന്തായിരിക്കും, ഈ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സപ്പോസ് Q0ൽ നിന്ന് 0, ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഇൻപുട്ട് ഈസ് 0. റൈറ്റ്, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആ 0. Q0ൽ നിന്ന് 0 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, യു ക്യാൻ സീ, ഞാനിവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. ഇവിടെ തന്നെ Q0ൽ തന്നെ നിൽക്കുവാണ്. ഓൾറൈറ്റ്, യു ക്യാൻ സി Q0ൽ നിന്ന് 0 എടുത്തിട്ട് Q3ലോട്ട് പോകാം. പക്ഷെ ഞാൻ ഫസ്റ്റ് പാത്ത് എക്സ്പ്ലോർ ചെയ്യുവാണ്. Q0ൽ നിന്ന് 0 എടുത്തിട്ട് Q0ൽ തന്നെ പോയി. അതുപോലെ 1 എടുത്തിട്ട് യു ക്യാൻ സി Q0ൽ ഇനിയിപ്പോൾ Q0 നിൽക്കുവാണ്. നൗ ദ നെക്സ്റ്റ് എന്താണ്, 1. ഈ 1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ 1 എടുത്തിട്ട് വീണ്ടും ഞാൻ Q0ൽ തന്നെ വെക്കുവാണ്. ഞാൻ ഈ പാത്താണ് ഫോളോ ചെയ്യുന്നത്. വീണ്ടും Q0ൽ നിന്ന് 0 വന്നിട്ട് ഞാൻ എന്ത്, ദിസ് ഇസ് ദിസ് 0. റൈറ്റ്, ദിസ് 0. റൈറ്റ്, Q0ൽ തന്നെ ഞാൻ നിൽക്കുവാണ്. അഗെയിൻ അടുത്ത 0 എടുത്തിട്ടും ഞാൻ എന്ത് ചെയ്യുവാണ്, Q0ൽ തന്നെ നിൽക്കുവാണ്. സോ ബേസിക്കലി യു ക്യാൻ സി Q0ൽ നിന്ന് ഏത് ഇൻപുട്ട് എടുത്താലും ഒരു പാത്ത് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നിൽക്കാം. 0100 ഈസ് ദിസ് അക്സെപ്റ്റഡ്? ഞാൻ എൻ്റെ സ്ട്രിങ് കംപ്ലീറ്റ് ആയി ഇത് അക്സെപ്റ്റ് ആയോ? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ
Q4 എന്ന് പറയുന്ന അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റിലോട്ട് എൻ്റെ സ്ട്രിങ് എത്തിച്ചേർന്നില്ല. അപ്പം ഞാൻ എന്ത് പറയും, ഞാൻ എടുത്ത ഈ പാത്ത് തെറ്റിപ്പോയി, റൈറ്റ്? അപ്പം ഞാൻ ഈ എടുത്ത പാത്ത്, ഈ പാത്ത് അക്സെപ്റ്റ് ആവുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഈ സ്ട്രിങ് അക്സെപ്റ്റ് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്, മൾട്ടിപ്പിൾ പാത്ത്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാത്ത് അക്സെപ്റ്റ് ആയാൽ മതി. യു ക്യാൻ സീ ദാറ്റ് ദിസ് പാത്ത് ഇസ് നോട്ട് ക്ലിയർലി നോട്ട് ബീങ് അക്സെപ്റ്റഡ്, റൈറ്റ്? ഇനി അടുത്ത പാത്ത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ Q0 എടുത്തിട്ട് Q0യിൽ തന്നെ നിൽക്കുന്നതിന് പകരം അടുത്തൊരു പാത്ത് എന്താണ്, വി ക്യാൻ ഗോ ദിസ് വേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, Q3 വന്നു, റൈറ്റ്? ഇനി എന്താണ്, 0 എടുത്തതിന് ശേഷം അടുത്ത ആളാരാണ്, 1 ആണ്, റൈറ്റ്? സോ Q3യിൽ നിന്ന് 1 എടുക്കുവാണ്, റൈറ്റ്? Q3യിൽ 1 എടുക്കാൻ പറ്റുമോ? യു ക്യാൻ സി ദർ ഇസ് നോ 1 ഓവർ ഹിയർ. Q3യിൽ നിന്ന് 0 പോകുന്നുണ്ട്, ബട്ട് ദർ ഇസ് നോ 1 വിച്ച് ഈസ് ഗോയിങ്. നമുക്ക് ഇതും പോസിബിൾ ആണ്. നമ്മൾ DFAയിൽ എന്താ നോക്കിക്കൊണ്ടിരുന്നത്, എല്ലാ സ്റ്റേറ്റിൽ നിന്നും എത്ര ഇൻപുട്ട് ഉണ്ടോ അത്ര ഇൻപുട്സും പോയിരിക്കണം. പക്ഷേ NFAയിൽ അങ്ങനെ ഒരു നിർബന്ധവും പറയുന്നില്ല, റൈറ്റ്? സോ Q3യിൽ നിന്നും ക്ലിയർലി എന്തുണ്ട്, അടുത്ത 1 ഇല്ല. സോ ദിസ് പാത്ത് ഈസ് അബോർട്ടഡ്. ഈ പാർട്ട് നമ്മൾ എടുക്കത്തില്ല, കാരണം അത് മുന്നോട്ട് പോകുന്നില്ല, റൈറ്റ്? ഇനി അടുത്ത എന്തായിരിക്കും, Q0യിൽ നിന്ന് 0 എടുത്ത് Q0യിൽ തന്നെ നിൽക്കുവാണ്. അടുത്ത എന്താ, 1. Q0യിൽ 1 വരുമ്പോൾ എങ്ങോട്ടേക്ക് പോകും, Q1 പോകും, റൈറ്റ്? ആ പാത്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇനി 0, 1 നമ്മൾ നോക്കിക്കഴിഞ്ഞു, 0, 1 നമ്മൾ നോക്കി, അടുത്ത എന്താണ്, 0. സോ Q1ൽ 0 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. Q1ൽ 0 കാണുന്നുണ്ടോ നമ്മൾ? ഇല്ല. Q1 എന്താണ്, 1 ആണ് വരുന്നത്. 0 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താവും, ഈ പാത്തും അബോർട്ട് ആവും, റൈറ്റ്? ഇനി നമ്മൾ എന്താണ്, നെക്സ്റ്റ് പാത്ത് നോക്കാം. Q0യിൽ നിന്ന് 0 എടുത്തിട്ട് Q0യിൽ തന്നെ നിന്നു. Q0യിൽ നിന്ന് 1 എടുത്തിട്ട് Q0 തന്നെ നിന്നു, റൈറ്റ്? ഇനി Q0യിൽ നിന്ന് ദിസ് 0, റൈറ്റ്? അടുത്ത 0, 1, 0, 0 ആണല്ലോ. സോ 0 എടുത്തു. Q0യിൽ നിന്ന് 0 എടുത്ത് എങ്ങോട്ടേക്ക് വന്നു, സോറി, Q3യിൽ വന്നു. യു ക്യാൻ സി Q0യിൽ നിന്ന് 0 എടുത്തിട്ട് Q3യിൽ വന്നു, റൈറ്റ്? ഈ Q3യിൽ വന്നു. ഇനി അടുത്ത ആരാണ്, ദിസ് 0, റൈറ്റ്? അപ്പൊ എന്താണ്, Q3യിൽ നിന്നും 0 എടുത്തിട്ട് യു ക്യാൻ സി ദിസ് പാത്ത്, റൈറ്റ്? സോ 0, 1, 0, 0 ഈ പാത്താണ് നമ്മൾ ഫോളോ ചെയ്തത്. അവസാനം അതെന്താണ്, ദിസ് ഈസ് അക്സെപ്റ്റഡ്. കാരണം എന്താണ്, Q4ൽ വന്ന് നിൽക്കുവാണ്, റൈറ്റ്? ഇനി അടുത്തൊരു പാത്ത് നോക്കാം. 0യിൽ നിന്ന് 0 എടുത്തു Q0, ദെൻ 1 വന്ന് Q0 തന്നെ, Q0യിൽ നിന്ന് 0 എടുത്ത് Q0യിൽ തന്നെ, ദെൻ Q0യിൽ നിന്ന് 0, ലാസ്റ്റ് 0 എടുത്തിട്ട് Q3 വന്ന്. ഇതും എന്താണ്, ഇത് അക്സെപ്റ്റ് ആവുന്നില്ല, കാരണം അത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് വരുന്നില്ല. അപ്പൊ യു ക്യാൻ സി ഇങ്ങനെ ഒരു പാത്ത് പോകുന്നുണ്ട്. ഇനീഷ്യൽ ഒരു പാത്ത് നമ്മൾ നോക്കി, അത് പോകുന്നില്ല, ഇതും പോകുന്നില്ല, ഇത് പോകുന്നില്ല. ഈ 4-5 പാത്ത്സ് നമുക്കുണ്ട്. 2-3 അബോർട്ടായി, ഒരെണ്ണം ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്തുന്നില്ല. അപ്പൊ ഒരുപാട് പാത്ത്സ് ഉണ്ട്, പക്ഷെ എന്താണ്, ഒരു പാത്ത് പ്രോപ്പർ ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. സോ യു ക്യാൻ എക്സ്പ്ലോർ ആസ് മെനി പാത്ത്സ് യു ക്യാൻ. DFAയിൽ ഈ പ്രിവിലേജ് നമുക്ക് കിട്ടത്തില്ല, റൈറ്റ്? സോ ഇതിനെ നമ്മൾ എന്ത് പറയും, നോൺ ഡിറ്റർമിനിസം എന്ന് പറയും. ഓക്കെ, സോ ഈ നോൺ ഡിറ്റർമിനിസത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഗെസ് ആൻഡ് വെരിഫൈ പാരഡൈം. അത് നമുക്ക് എന്താ നോക്കാം. സോ ഗെസ് ആൻഡ് വെരിഫൈ പാരഡൈം ഇസ് എ കോമൺ വേ ടു അണ്ടർസ്റ്റാൻഡ് നോൺ ഡിറ്റർമിനിസം. നമ്മൾ നോൺ ഡിറ്റർമിനിസം എന്താണെന്ന് മനസ്സിലാക്കി, ഇനി ഗെസ് ആൻഡ് വെരിഫൈ പാരഡൈം എന്താണെന്ന് എന്നുള്ള കാര്യം ജസ്റ്റ് ഇതിനെ വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ ഗെസ്സിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ ദ മെഷീൻ ഗെസ്സസ് എ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ. ഇപ്പൊ നമ്മുടെ സിറ്റുവേഷനിൽ ആ 0, 1, 0, 0 എന്ന് നോക്കുമ്പോൾ 0, അത് കഴിഞ്ഞിട്ട് അടുത്ത സൊല്യൂഷൻ എന്താ, എൻ്റെ സീക്വൻസ് മാച്ച് ആവുന്ന ചോയ്സസ് ഏതൊക്കെ എനിക്കുണ്ട്. ഓൾറൈറ്റ്, സോ മനസ്സിലായില്ലെങ്കിൽ അടുത്ത് നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആവും, റൈറ്റ്? നൗ ദിസ് ഗെസ് ഇസ് നോട്ട് റാൻഡം ഇൻ പ്രോബബിലിസ്റ്റിക് സെൻസ്, ബട്ട് റാദർ represents the ability to explore all possible paths in parallel or to magically pick the right path if one exists, right? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ പാത്ത്സും നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്നും ഏറ്റവും റൈറ്റ് പാത്ത് ഏതാണ്, അതിൽ എക്സിസ്റ്റ് ചെയ്തുണ്ടെങ്കിൽ ആ എക്സിസ്റ്റ് ചെയ്യുന്ന പാത്തിലോട്ട് കടന്നു പോയി നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആ ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റും, റൈറ്റ്? സോ ഗെസ്സിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്താണോ അതിനെ വെച്ച് നമ്മൾ എന്താണ്, പ്രോപ്പർ ഒരു പാത്തിനെ ഗെസ് ചെയ്തിട്ട് പോവാണ്, റൈറ്റ്? സോ ഗെസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ വെരിഫൈ ചെയ്യണം നമ്മൾ, ഓൾറൈറ്റ്? അത് ഡിറ്റർമിനിസ്റ്റിക് ഇൻ നേച്ചർ ആണ്. കാരണം അത് നമ്മൾ 0, സപ്പോസ് 0, 1 നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ജസ്റ്റ് നമുക്ക് ഡെഫിനേഷൻ നമുക്ക് നോക്കിപ്പോവാം. വൺസ് എ ഗെസ് ഈസ് മെയ്ഡ്, അതായത് നമ്മളൊരു പാത്ത് ചൂസ് ചെയ്തതിന് ശേഷം ദ മെഷീൻ ദെൻ ഡിറ്റർമിനിസ്റ്റിക്കലി വെരിഫൈസ് ഇഫ് ദാറ്റ് ഗെസ് ഈസ് കറക്റ്റ് ഓർ ഇഫ് ദ ചോസൺ പാത്ത് ലീഡ്സ് ടു ആൻ അക്സെപ്റ്റൻസ് സ്റ്റേജ്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, അതിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ കാണുന്നത്, ഓൾറൈറ്റ്? ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
suppose construct a finite automata, construct a finite automata that accepts all strings that has 010 as substring over alphabet 01. നമ്മുടെ ലാംഗ്വേജ് എന്താണ്? നമ്മുടെ ലാംഗ്വേജ് പറയുന്നത് 01 എന്ന് പറയുന്ന ആൽഫബറ്റിൽ നിന്ന് എല്ലാ സ്ട്രിങ്സും which has substring 010, അതായത് ഏത് സ്ട്രിങ് ആവാം, 00000 ഇടയ്ക്ക് 010 ഉണ്ടായാൽ മതി. ഓക്കെ, 00 അല്ലെങ്കിൽ അവസാനം 010 ആയാൽ മതി, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും 010 ഉണ്ടായാൽ മതി. റൈറ്റ്, 010 ആയ സബ്സ്ട്രിങ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലാംഗ്വേജസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സപ്പോസ് ഇതിന്റെ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? യു ക്യാൻ സി Q0 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് സ്റ്റേറ്റ്, റൈറ്റ്. ഇനി Q1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സീയിങ് 0. ഈ 01 നമുക്ക് 010 ആണ് വേണ്ടത്. റൈറ്റ്, നമ്മൾ എന്താണ് 0 കണ്ടതിന് ശേഷം നമ്മൾ ഗസ് ചെയ്യാൻ തുടങ്ങും, അടുത്തത് 1 ആയിരിക്കണം. റൈറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ 1ൽ വന്നതിന് ശേഷം നമ്മൾ നോക്കും അടുത്തത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ ദിസ് ഇസ് ദ ഗസ്സിംഗ് പാർട്ട്. ഓക്കെ, സോ Q1 എന്ന് പറയുമ്പോൾ Q1 സ്റ്റേറ്റിലോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 0 കണ്ടെന്ന് അർത്ഥം. ഓക്കെ, നമ്മൾ ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും. Q2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 0-1 കൂടെ കണ്ടു കഴിഞ്ഞു. റൈറ്റ്, Q3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 010 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മൾ എന്താണ് അക്സെപ്റ്റൻസ് സ്റ്റേജിലോട്ട് നമ്മളെ കൊണ്ടുവന്നു. ട്രാൻസിഷൻ എന്തായിരിക്കും? യു ക്യാൻ സി 0 Q0. നമുക്ക് ആ ഒരു ഡയഗ്രാം വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. യു ക്യാൻ സി Q0 നമ്മുടെ എന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. റൈറ്റ്, ഇനി 0-1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ തന്നെ കൊടുത്തു 0-1. റൈറ്റ്, എനി കോമ്പിനേഷൻ ഓഫ് 0-1 നമ്മൾ 0ൽ തന്നെ കൊടുത്തു. നൗ യു ക്യാൻ സി ഒരു 0 നമ്മൾ എന്താണ് Q1ലോട്ട് പോവാണ്. ദാറ്റ് മീൻസ് സി നമ്മൾ ഇവിടെ നമ്മൾ സപ്പോസ് 0-0-0-1-1-0-1-0, റൈറ്റ്. സോ ഇത്രയും പോർഷൻ എന്തായിരിക്കും ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് പല പാർട്സ് ഉണ്ടാവും, പക്ഷേ ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തന്നെ നമ്മൾ ഇട്ട് അടുത്ത 0 വരുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ Q00 Q1, ദെൻ എന്താണ്, യു ക്യാൻ സി Q1ൽ നിന്നും 1 വരുമ്പോൾ നമ്മൾ ഇതാണ് നോക്കുന്നത്. Q1ൽ നിന്നും 1 വരുമ്പോഴത്തേക്കും Q2ലോട്ട് പോകണം. റൈറ്റ്, സോ 0-1 അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ദെൻ ഒരു 0, ദാറ്റ് 0-1-0 ആണല്ലോ നമുക്ക് വേണ്ടത്, വരുമ്പോഴത്തേക്കും Q3ലോട്ട് വരണം. റൈറ്റ്, ഇനി Q3ൽ വന്നതിന് ശേഷം പിന്നെ എത്ര 0s 1s വന്നാലും നമ്മൾ എന്താണ്, ഇത് അക്സെപ്റ്റഡ് ആണ്. കാരണം നമ്മൾ 0-1-0 എടുത്തതിന് ശേഷം ഇനി 0-1-0ന്റെ കോമ്പിനേഷൻ എത്ര വന്നാലും ദാറ്റ് ഈസ് ഓക്കെ. ഓൾറൈറ്റ്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഓൾറൈറ്റ്, സോ ലെറ്റ് us ടേക്ക് ആൻ എക്സാമ്പിൾ. സപ്പോസ് നമ്മുടെ DFA NFA ഇതാണ്, നമ്മുടെ എക്സാമ്പിൾ ഇതാണ്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്താണ്, സി യു ക്യാൻ സി ആദ്യത്തെ 1, റൈറ്റ്, 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ തന്നെ കൊടുത്തു, Q0ൽ തന്നെ നിൽക്കുവാണ്. അടുത്ത 1 കൂടെ നമ്മൾ നോക്കി, അത് നമ്മൾ എന്താണ് Q0ൽ തന്നെ നിൽക്കുവാണ്. യു ക്യാൻ സി അടുത്ത 0 ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത 0 വരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ സ്ട്രിങ് 0-1-0 ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത്. റൈറ്റ്, സോ 0-1-0, സോ 0 വരുമ്പോൾ തന്നെ അടുത്തത് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എക്സ്പെക്ടിങ് എ 1. ഓക്കെ, സോ 0 വന്ന് സി ഒന്നെങ്കിൽ നമുക്ക് ഒരു സി യു ക്യാൻ സി ഫസ്റ്റ് പാർട്ട് നമുക്ക് വേണമെങ്കിൽ മുഴുവൻ കാര്യത്തെ യു ക്യാൻ സി 0-1-0-1-1 എന്ത് വന്നാലും ഇവിടെ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഒരു പാത്ത് എടുക്കാം. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്. റൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, 0-1, റൈറ്റ്, അല്ലെങ്കിൽ 1 കഴിഞ്ഞിട്ട് 0 വരുമ്പോഴത്തേക്കും Q1ലോട്ട് വന്നു. റൈറ്റ്, സോ ഫസ്റ്റ് 0 ഇതാണ് ഫസ്റ്റ് ഗസ്സിംഗ് ഫേസ്, ഗസ് ചെയ്യുന്ന ഫേസ് ആണ് ആദ്യം നമ്മൾ കാണുന്നത്. സോ Q00 എടുത്തിട്ട് Q1ലോട്ട് വന്നു. റൈറ്റ്, ഇനി എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, വി ആർ എക്സ്പെക്ടിങ് 1. സോ യു ക്യാൻ സി പാത്ത് 1 എന്ന് പറയുമ്പോൾ ഓൾ ഇൻപുട്സ് ഗോയിങ് ടു Q0. അതാണ് നമ്മൾ ആദ്യം കാണിച്ചത്. ഇത് മുഴുവൻ കാര്യങ്ങൾ എന്താണ്, Q0 തന്നെ നിൽക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് there is no benefit. റൈറ്റ്, രണ്ടാമത്തെ പാത്ത് യു ക്യാൻ സി ഫസ്റ്റ് ഗസ് എവിടെ വരുന്നത്, തേർഡ് 0ൽ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 1-1, ഈ രണ്ട് 1സും എവിടെയാണ്, നമ്മൾ Q0ൽ തന്നെ ഇട്ടു. ദെൻ അടുത്ത 0 വരുമ്പോഴത്തേക്ക് വി ആർ ഗോയിങ് ടു Q1 സ്റ്റേറ്റ്. റൈറ്റ്, അപ്പോൾ Q1 നമ്മൾ നേരത്തെ സ്ലൈഡിൽ നോക്കിയായിരുന്നു. Q1 എന്താണ്, ഫസ്റ്റ് 0നെ അക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, 1 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. റൈറ്റ്, സോ ഗോസ് ടു Q1, ദെൻ ടേക്സ് ഇൻപുട്ട് 1 ആൻഡ് ഗോസ് ടു
Q2. അപ്പോൾ നമ്മൾ Q2 വന്ന്, അപ്പോൾ വി ആർ ഹാപ്പി. നമ്മൾ വിചാരിക്കുന്നത് അടുത്ത 0 കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് സ്റ്റേറ്റിലോട്ട് വന്ന് പിന്നെ എന്ത് 0s 1s വന്നാലും കുഴപ്പമില്ല. കാരണം എന്താണ് 0 1 0 സബ്സ്ട്രിങ് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ നോക്കിക്കേ അടുത്ത എന്താ വരുന്നത്, അടുത്തത് 1 ആണ് വരുന്നത്. യു ക്യാൻ സി Q2ൽ 1 ഇല്ല. Q2ൽ എന്തുള്ളൂ, 0 എടുത്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, Q2ൽ 1 വന്നു കഴിഞ്ഞാൽ എന്തായി പോവും, അബോർട്ടായി പോവും. അപ്പം എന്താണ്, ദെൻ ഇൻപുട്ട് 1 കംസ്, നോ മോർ മൂവ്മെന്റ്, റൈറ്റ്. അപ്പം എന്ത് സംഭവിക്കും, യു ക്യാൻ സി 0 ആണ് എക്സ്പെക്ട് ചെയ്തത്, സോ ദ പാത്ത് ഈസ് അബോർട്ടഡ്. അവിടെ വന്നിട്ട് ആ പാത്ത് എന്താവുകയാണ്, അബോർട്ടായി തീരുവാണ്, റൈറ്റ്. ഇനി എന്താണ് നമ്മൾ സി, നമ്മൾ ഇതേപോലെ അടുത്ത 0 നമ്മൾ നോക്കുമ്പോഴത്തേക്കും അഗെയിൻ യു ക്യാൻ സി നമ്മൾ എന്താണ്, ഫസ്റ്റ് ഗെസ് അറ്റ് 6th 0 നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ Q1 വന്നു. ദെൻ എന്ത് ചെയ്യുവാണ്, ദെൻ വീണ്ടും അടുത്ത 0 നമുക്ക് വേണ്ടത് എന്താണ്, 0 1 0 ആണ് വേണ്ടത്. പക്ഷെ അടുത്ത എന്താ വരുന്നത്, 0 ആണ് വരുന്നത്. അപ്പോൾ Q0ൽ നിന്ന് 0 എടുത്തിട്ട് Q1 വന്ന് അടുത്ത നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, 1 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ വന്നത് എന്താണ്, 0 ആണ് വന്നത്. സോ Q1ൽ ദർ ഇസ് നോ 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗെയിൻ ഇതും അബോർട്ടായി, റൈറ്റ്. നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സി 1 ഈസ് എക്സ്പെക്റ്റഡ്, സോ ദ പാത്ത് ഈസ് അബോർട്ടഡ്, ഓൾറൈറ്റ്. ഇനി സോ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്, ദിസ് ഗെസ് ഇസ് ഡൺ ഫോർ എവറി 0. നമ്മൾ എവറി 0 വിച്ച് ഇസ് എൻകൗണ്ടേർഡ് ആൻഡ് ദെൻ ദ വെരിഫിക്കേഷൻ ഈസ് ഡൺ, റൈറ്റ്. അപ്പോൾ ഓരോ തവണ 0 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗെസ് ചെയ്യും. എന്നിട്ട് എന്താണ് അടുത്ത ലെവൽ നമ്മൾ അത് വെരിഫൈ ചെയ്യും, അടുത്ത 0 ആണോ വരുന്നത് 1 ആണോ. നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, 0 കഴിഞ്ഞിട്ട് 1 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, റൈറ്റ്. സോ ഗെസ്സിങ് ഫോളോഡ് ബൈ എന്താണ്, വെരിഫിക്കേഷൻ. സോ ആ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ഇൻ നേച്ചർ ആണ്, റൈറ്റ്. കാരണം എന്താണ്, ആ 0 എടുത്തിട്ട് അടുത്ത സ്റ്റേറ്റിലോട്ട് പോയിട്ട് അവിടെ 1 വരുന്നുണ്ടോ, 1 ഇല്ല എങ്കിൽ അക്സെപ്റ്റഡ് അല്ല, റൈറ്റ്. വാട്ട് എവർ ദ സിറ്റുവേഷൻ ഈസ്. ഇനി നമ്മൾ അക്സെപ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ 8th പൊസിഷനിലുള്ള ഈ 0 നമുക്ക് നോക്കാം, റൈറ്റ്. സോ ഗെസ് അറ്റ് 8th 0 നമ്മൾ ഗെസ് ചെയ്യുവാണ്. സോ ഇത്രയും പോർഷൻ എന്തായിരിക്കും, ഇത്രയും പോർഷൻ നമ്മൾ എന്താണ് Q0 തന്നെ ഇടുവാണ്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഇവിടെയും അഗെയിൻ കുറേ പാത്ത്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം അൺസക്സസ്ഫുൾ ആയിരുന്നു, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും പോർഷൻ Q0 തന്നെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ പർട്ടിക്കുലർ 0 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗെസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്, റൈറ്റ്. സോ Q0ൽ നിന്ന് 0 എടുത്തിട്ട് നമ്മൾ എന്താണ് Q1 വന്നു, റൈറ്റ്. ദെൻ Q1ൽ നിന്നും യു ക്യാൻ സി ദെൻ ടേക്സ് Q1 വന്നു, ദെൻ ടേക്സ് ഇൻപുട്ട് 1 ഗോസ് ടു Q2, റൈറ്റ്. സോ ഈ 1 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, Q2 വന്നു. ദെൻ യു ക്യാൻ സി Q2ൽ നിന്ന് 0 എടുത്തിട്ട് നമ്മൾ എന്താണ് Q3 വന്നു, റൈറ്റ്. സോ യു ക്യാൻ സി ദിസ് ഈസ് ദി സബ്സ്ട്രിങ് 0 1 0. ദിസ് ഇസ് ദി സബ്സ്ട്രിങ്, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് കോമ്പിനേഷൻ ഓഫ് 1 0 വന്നാലും ഇതാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. സോ Q3 തന്നെ അത് വന്ന് അവിടെ തന്നെ വന്ന് നിന്നോളും, റൈറ്റ്. സോ Q3ൽ അത് അക്സെപ്റ്റഡ് ആയി പോകും. സോ ഇറ്റ് ഗോസ് ടു Q3 ആൻഡ് ഇറ്റ് ഗെറ്റ്സ് അക്സെപ്റ്റഡ്, റൈറ്റ്. സോ യു ക്യാൻ സി എന്താണ് ഇത്രയും പോർഷൻ എന്താണ് Q0 നിൽക്കുന്നു. Now 0 1 0 this is the path, right. ഈ പാത്ത് ആണ് അക്സെപ്റ്റ് ആവുന്നത്. ബാക്കിയുള്ള എല്ലാ 0s നമ്മൾ എന്താണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗെസ് ചെയ്യും. സോ ഇവിടെ ഒരു ഫെയർ ഗെസ് ഉണ്ടായിരുന്നു, 0 കഴിഞ്ഞിട്ട് 1 വരെയും പ്രോപ്പർലി വന്നിരുന്നു, ഇവിടം വരെയും വന്നിരുന്നു, റൈറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇറ്റ് വാസ് എക്സ്പെക്ടിങ് 0, പക്ഷെ എന്താണ് 1 ആണ് വന്നത്. സോ ഗെസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഇതാണ് വെരിഫിക്കേഷൻ, റൈറ്റ്. അല്ലെങ്കിൽ ചെക്കിംഗ് എന്ന് പറയും, വെരിഫൈ, റൈറ്റ്. സോ ഗെസ്സിങ് ഇസ് ഫോളോഡ് ബൈ വെരിഫിക്കേഷൻ, ഓക്കെ. സോ ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 വന്നതിന് ശേഷം ഇറ്റ് ഗെറ്റ്സ് അക്സെപ്റ്റഡ്, ഓൾറൈറ്റ്. സോ ഐ ഹോപ്പ് ഗെസ് ആൻഡ് വെരിഫൈ പാരഡൈം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എന്താണ്, ജസ്റ്റ് ഫോർമൽ ഡെഫിനേഷൻ ഓഫ് NFA. നമ്മൾ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് DFA കണ്ടപോലെ തന്നെ ഇതും 5 ടെപ്പിളാണ്. ക്യാപിറ്റൽ Q, സിഗ്മ, ഡെൽറ്റ, Q0 ആൻഡ് F. Q എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ആൻഡ് സിഗ്മ എന്ന് പറയുമ്പോൾ അഗെയിൻ ആൽഫബറ്റ് ആണ്, ഇൻപുട്ട് സിമ്പിൾസിന്റെ. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ദി ട്രാൻസിഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ Qയും ദെൻ ആൽഫബറ്റും ഇറ്റ് ഈസ് ലീഡിങ് ടു ദ പവർ സെറ്റ് ഓഫ് Q, റൈറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരുന്നത്, Qയിൽ നിന്ന്. സപ്പോസ് Q0ൽ നിന്നും ബേസിക്കലി എന്താണ് ഇത്, Q എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്.
അത് നമ്മൾ എന്താണ് ഒരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു യൂണീക് സ്റ്റേറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്, റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ക്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഗോയിങ് ടു മെനി സ്റ്റേറ്റ്സ്, വി ഡോണ്ട് നോ, റൈറ്റ്. അപ്പോൾ ഏതൊക്കെ പോസിബിൾ സ്റ്റേറ്റ്സ് ഉണ്ടാവും നമുക്ക് നോക്കാം. ഓൾറൈറ്റ്. So you can see for any state q belongs to 0 and any input symbol, suppose 0 belongs to sigma, it returns a set of 0 or more next states. ഒന്നെങ്കിൽ 0 സ്റ്റേറ്റിലോട്ട് പോവാം, അല്ലെങ്കിൽ more next states, 1 or more സ്റ്റേറ്റിലോട്ടും പോവാം. ഇതാണ് ആ ഒരു കോർ ഡിഫറൻസ് ഫ്രം എ DFA. DFAയിൽ എന്തായിരുന്നു ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. NFA എന്താണ് മോർ ദാൻ 1 സ്റ്റേറ്റിലും പോവാം, ഒരു സ്റ്റേറ്റിലും പോവാതെയും ഇരിക്കാം. സോ Q0 എന്ന് പറയുമ്പോൾ എന്താണ് ടപ്പിളിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്നും പറയാം. എഫ് എന്തായിരുന്നു ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് ക്യാൻ ബി മോർ ദാൻ 1. ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ ട്രാൻസിഷനിലാണ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓൾ റൈറ്റ്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് Q, സിഗ്മ, ഡെൽറ്റ, Q0 ആൻഡ് F. സപ്പോസ് Q0 എന്ന് പറയുമ്പോൾ Q01, Q02, Q0, Q1, Q2 ആൻഡ് Q3 4 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. യു ക്യാൻ സി Q0, Q1, Q2 ആൻഡ് Q3. അത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് Q0, റൈറ്റ്. സി നമ്മുടെ ട്രാൻസിഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓൾ റൈറ്റ്. സോ നമ്മുടെ ആൽഫബറ്റ് 0, 1 ആണ്. യു ക്യാൻ സി എങ്ങനെയാണ് ട്രാൻസിഷൻ പോകുന്നത്. ക്യൂവിലുള്ള എല്ലാ സ്റ്റേറ്റ്സും 0ഉം 1ഉം ദാറ്റ് ദിസ് ഇസ് ദി ആൽഫബറ്റ്, ദിസ് ഇസ് ദി ഇൻപുട്ട്. ഇത് ഇൻപുട്ട് ആണ്. അതെടുത്തിട്ട് ഒന്നിൽ കൂടുതൽ, ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇറ്റ് ക്യാൻ ഗോ ടു നോ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലോട്ട് പോവാം. ഓൾ റൈറ്റ്. ഓക്കെ. സോ എഫ് എന്താണ് ഇവിടെ ഈ എക്സാമ്പിളിൽ Q3 ആണ്. എഫ് വൈ ബിക്കോസ് Q3 ഇസ് ദി ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് ഒന്നിൽ കൂടുതൽ, ഐ റിപ്പീറ്റ്, ഒന്നിൽ കൂടുതൽ ആവാം, വിച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ. അപ്പൊ ക്യൂവിൽ എന്തൊക്കെയാണോ അതിൽ ഒന്നോ രണ്ടോ, ഇത് മുഴുവൻ സ്റ്റേറ്റ്സും വേണമെങ്കിൽ എന്താണ് ഫൈനൽ സ്റ്റേറ്റ് ആവാം. യു ക്യാൻ സി 2⁻Q എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഒന്നെങ്കിൽ ഒന്നും ഇല്ലാതെ ആവാം. അതാണ് ഹാഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോറി 5 എന്ന് പറയുന്നത്. Q0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് പോവാം, Q1 സ്റ്റേറ്റിലോട്ട് പോവാം, Q2 സ്റ്റേറ്റിലോട്ട് പോവാം, Q3 സ്റ്റേറ്റിലോട്ട് പോവാം, Q0 Q1 സ്റ്റേറ്റിലോട്ട് പോവാം. ദാറ്റ് മീൻസ് Q0 0 എടുത്തിട്ട് Q0ലോട്ടും പോവാം, Q1ലോട്ടും പോവാം, റൈറ്റ്. ഈ കാണിക്കുന്ന സംഭവം. അതുപോലെ Q0ലോട്ടും പോവാം, Q2ലോട്ടും പോവാം, Q0 Q3, റൈറ്റ്. ഇതെല്ലാം 2ന്റെ കോമ്പിനേഷൻസ് ആണ്. അതുപോലെ Q0 Q1 Q2ലോട്ടും പോവാം, 3 സ്റ്റേറ്റിലോട്ടും. ദാറ്റ് മീൻസ് ഒരു സ്റ്റേറ്റ് ഒരു ഇൻപുട്ട് എടുത്തിട്ട് 3 സ്റ്റേറ്റിലോട്ടും പോവാം, 4 സ്റ്റേറ്റിലോട്ടും പോവാം. ജസ്റ്റ് വാട്ട് എവർ ദ സിറ്റുവേഷൻ ഈസ്. ഈ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താണ് വി ഹാവ് 4 സ്റ്റേറ്റ്സ്, റൈറ്റ്. അപ്പോൾ 2⁻Q എന്ന് പറയുമ്പോഴത്തേക്കും 2⁻4, ദാറ്റ് ഈസ് 16 ഡിഫറെന്റ് എന്തായിരിക്കും സെറ്റ്സ് ആയിരിക്കും ഉള്ളത്, റൈറ്റ്. സോ എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് നോൺ ഡിറ്റർമിനിസം ആയതുകൊണ്ട് എന്താണ് ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റിലും പോകത്തില്ല, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലോട്ട് എന്താണ് ട്രാൻസിഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദി കോൺസെപ്റ്റ് ഓഫ് NFA ആൻഡ് ഗെസ് ആൻഡ് വെരിഫൈ പാരഡൈം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എങ്കിൽ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് യുവർ കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഞാൻ അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.